ഹായ് ഫ്രണ്ട്സ്, ബിൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു കുഴലപ്പം ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ 1/2 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. പിന്നെ ഒരു ചെറിയ തേങ്ങ, 1 സ്പൂണ് ജീരകം, വലിയ സ്പൂണിന് 1 സ്പൂൺ ജീരകമാണ്. 2 വലിയ വെളുത്തുള്ളി കീറിയിട്ടേക്കുക, ചുമന്നുള്ളി അതുപോലെ വലിയ ഉള്ളി അതും കീറിയിട്ടേക്കുക. ഇത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാമേ. വെള്ളം വെച്ചിട്ടുണ്ടേ. നമ്മൾ ഈ പാത്രത്തിന് ഒരു പാത്രമാണ് അരിപ്പൊടി എടുത്തത്. അതിന് ഒരു 1.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ തേങ്ങയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാമേ. ഈ വെള്ളത്തിലിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരപ്പിട്ടതെല്ലാം കൂടി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് പൊടി ഇട്ടിട്ട് ഇളക്കിയെടുക്കാമേ. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നമുക്കത് കുഴച്ചെടുക്കാമേ. തിളച്ച വെള്ളത്തിലിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് ചെറിയ ചൂടോടെ നമുക്ക് എള്ളിട്ട് കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാം. കയ്യിലൊരു ശകലം വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാമേ. ചെറിയ ചൂടുണ്ട്, നമുക്ക് കുഴയ്ക്കാവുന്ന ചൂടേ ഉള്ളൂ. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അടുപ്പ് വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മൾ ആ തേങ്ങ എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിനകത്തോട്ട് പൊടിക്കകത്തോട്ടിട്ട് കുഴച്ചാലും മതി. എങ്ങനെയാണെന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇത്ര മാവ് ഉരുട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചപ്പാത്തിപ്പലയുടെ മണ്ടയ്ക്ക് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി എണ്ണ തൂത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് മണ്ടയ്ക്കും ഇങ്ങനെ കവർ അതിൻ്റെ മണ്ടയ്ക്ക് എണ്ണ തൂത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് അമക്കി കൊടുക്കാമേ. അല്ല ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി തന്നെ എടുക്കാം. വലുതായിട്ട് ഉരുട്ടിയിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ട് എടുക്കാം. ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ അമക്കി കൊടുത്താൽ മതിയേ. ഗ്ലാസ് വെച്ച് അമക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലുതായിട്ട് അമക്കിയിട്ട് നമുക്ക് 2-3 ഇങ്ങനെ ഗ്ലാസ് വെച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാമേ. വിരലിങ്ങനെ അകത്തൂടെ കയറ്റിയിട്ട് ഇതുണ്ട്. നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാമേ. ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാമേ. ഇങ്ങനെ പരത്തിയെടുത്തിട്ട് നമുക്ക് ഗ്ലാസും കൊണ്ട് ഇതുപോലെ ഇങ്ങനെ വലുതായിട്ട് എടുക്കാമെങ്കിൽ 2-3 എടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കൊടുത്താൽ മതി. ഇത് ഞങ്ങളുടെ മാർബിളിൻ്റെ ഇതാണേ, ചപ്പാത്തി തടിയായിട്ട് അങ്ങനെ മാർബിളിൻ്റെ ചെത്തി എടുത്തതാണ്. ഇതിന് തടി വെച്ചുരുട്ടിയ ഞാൻ തടി വെച്ച് പരത്തി നോക്കിയിട്ട് അത് പിന്നെ പൊട്ടിപ്പോകുന്നു. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി. കൈ കൊണ്ട് പരത്തുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് വറുത്ത് കോരാമേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാമേ. പെട്ടെന്ന് തിരിച്ചിടല്ലേ. ഒരു ശകലം മൂത്ത് കഴിഞ്ഞിട്ട് തിരിച്ചിടുക, പോലെ പൊടിഞ്ഞു പോകും. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്, കളർ മാറി വരുന്നുണ്ട്. എല്ലാം നമുക്ക് കോരിയെടുക്കാൻ ആയിട്ടുണ്ട്. മൂത്ത് നമ്മൾ കോരിയെടുക്കുവാണേ. അടുത്ത് ഇടാന്നിട്ട് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാമേ. ഇതെൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുപോലെ ജിലേബി ഉണ്ടാക്കിയതും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ജിലേബി ഉണ്ടാക്കിയത്. കുഴലപ്പം എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങളും ഉണ്ടാക്കി നോക്കണേ. ബാക്കി വന്ന മാവ് കൊണ്ട് ഞാൻ റിങ്ങി മുറുക്കും ഉണ്ടാക്കി. കളുകടയ്ക്കായി ചുമ്മാ കളുകടയ്ക്കല്ല, ചുമ്മാ ഉരുട്ടി ഇട്ടു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.